ഞാനൊക്കെ വീട്ടിൽ പോലും പറയാറുണ്ട് സനി ഇവിടെ പോയിട്ടോ, സനി അവിടെ പോയിട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കുള്ള ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വിശ്വസിക്കും ഈ പൈസ ഉണ്ടാക്കിയിട്ടും പൈസ ഉള്ളവർക്കും ഇല്ല, നമുക്ക് ഭാഗ്യം വേണം ട്രാവൽ ചെയ്യാൻ അല്ലെ. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, അത് ചെയ്യാനുള്ളൊരു തലവരെയും വേണം എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് ദൈവം സഹിച്ച് വല്ലപ്പോഴും ചെറിയ രീതിയിൽ ട്രാവൽ ചെയ്യാൻ എനിക്ക് പറ്റാറുണ്ട്. ആൻഡ് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ പഠിക്കുന്ന സമയത്ത് അമ്മ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മൂമ്മ ട്രാവൽ ചെയ്യാണോ എന്ന് ചോദിച്ചാൽ അമ്പലങ്ങളിലായിട്ട് അമ്മയുടെ കൂട്ടുകാരികളൊക്കെ ആയിട്ട് അമ്മ കാശി അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ കുറേ ഇന്ത്യയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു അതിനോടുള്ള ഇഷ്ടം ഫാമിലിയിൽ തന്നെ ഉണ്ട്. ആൻഡ് വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടീവാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് യെസ് ദിവസമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ നാട്ടിൽ ആ ഒരു കൾച്ചർ ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളത് എന്തിനാ ചില വീട്ടുകാർ പറയുന്നത്, കസിൻസ് ഒക്കെ ചോദിക്കുന്നേക്കാം എന്തിനേയും ട്രാവൽ ചെയ്യുന്നത്, എന്തിനേയും സ്ഥലങ്ങളൊക്കെ കാണുന്നത്, എന്താ കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സുഖം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൾച്ചറിൻ്റെ കാര്യം പതിയെ ഇതിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വന്നു തുടങ്ങുന്നുള്ളൂ. ഇപ്പം ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള സമയത്താണെങ്കിലും ഞാൻ ഫിലിപ്പീൻസിൽ കഴിഞ്ഞ മെയ്യിൽ ഞാൻ ട്രാവൽ ചെയ്തത് ഒരു 21 സോളോ ട്രാവലേഴ്സ് പെൺകുട്ടികളാണ്. സോളോ ട്രാവൽ ചെയ്ത പെൺകുട്ടികൾക്ക് മാത്രമേ ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ആ സോളോ ട്രാവൽ ചെയ്ത 21 പെൺകുട്ടികൾ ഞാൻ 19 നാഷണാലിറ്റീസ് ആണ് കണ്ടത്. അപ്പം 19 നാഷണാലിറ്റീസിലുള്ള പെൺപിള്ളേരോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ കൾച്ചർ പഠിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ 19 ടൈപ്പ് ഓഫ് ആക്സെന്റാണ് നമ്മൾ ഇംഗ്ലീഷ് കേൾക്കുന്നത്. സോ ഫോർ മീ എനിക്ക് തന്നെ അറിയാം ഒരു 2 years ബാക്കുള്ള ഞാനും ഇപ്പോഴത്തെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ബെറ്റർ പേഴ്സൺ ആയി നല്ല പറയും. പക്ഷെ ട്രാവലി ആക്ച്വലി മേക്സ് യു ബെറ്റർ പേഴ്സൺ. നമ്മളുടെ വേ ഓഫ് ലൈഫിൻ്റെ കാണുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന രീതി. ആൻഡ് ചില സമയം ഞാൻ കെനിയയിൽ പോയിട്ടുണ്ട്. കെനിയയിൽ പോയ സമയത്ത് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ സോളോ ട്രാവലിംഗ് ആണ് ചെയ്തത്. ഇപ്പൊ കെനിയയിൽ പക്ഷെ ഞാനും സോളോ ട്രാവലിംഗ് കേൾക്കുമ്പോൾ എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് ട്രാവലിംഗ്, എങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്ക് നമ്മളുടെ കാര്യങ്ങൾ നോക്കി ഒറ്റയ്ക്ക് ഇത്രയും നേരം ചെലവഴിക്കാൻ പറ്റുന്നത്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിനൊരു തിരിച്ചറിവില്ല. ആൻഡ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തപ്പോൾ തന്നെയാണ് കുറെ കൾച്ചർ അല്ലെങ്കിൽ കുറെ ആൾക്കാരോട് സംസാരിക്കാനുള്ള സ്പേസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. സോ എൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു വീക്ക് പോയിന്റ് അല്ലെങ്കിൽ ഞാൻ ഡൗൺഫോളിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദ ഫസ്റ്റ് തിങ് ഐ ഡു, ഐ പാക്ക് മൈ ബാഗ്സ് ആൻഡ് ഐ ഗോ സംവെയർ. ആൻഡ് തിരിച്ചു വരുന്നത് ഒരു കുറേ മെമ്മറീസും കുറേ എന്താ പറയുക ഒരു പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് എൻ്റെ ഓരോ ട്രാവൽ കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരുന്നത്.